ഫ്ലവേഴ്സ് ടി വി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. നിരന്തര ഉൾപാർട്ടി പോരിനൊടുവിൽ എ കെ ശശീന്ദ്രനെ താഴെയിറക്കിയാണ് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. NCPയിലെ മാറിയ സമവാക്യങ്ങളിൽ ഇനി കരുത്തൻ തോമസ് കെ തോമസ് ആകും. മുൻമന്ത്രിയും NCP മുൻ സംസ്ഥാന അധ്യക്ഷനുമായ തോമസ് ചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നാണ് സഹോദരൻ തോമസ് കെ തോമസ് കുട്ടനാട് മണ്ഡലത്തിൽ 2021 മത്സരത്തിനിറങ്ങുന്നത്. ജയിച്ച് MLA ആയതുമുതൽ മന്ത്രിസ്ഥാനത്തിനു വേണ്ടി തോമസ് ശ്രമം ആരംഭിച്ചിരുന്നു. എ കെ ശശീന്ദ്രനും NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കുമെതിരെ നിരവധി തവണ പടയൊരുക്കം നടത്തിയിട്ടുണ്ട് തോമസ് കെ തോമസ്. അന്നൊക്കെ ആ നീക്കങ്ങളെ ശശീന്ദ്രൻ സമർത്ഥമായി വെട്ടിയൊതുക്കി. എന്നാൽ സംസ്ഥാന NCPയുടെ മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇപ്പോൾ തോമസിന് അനുകൂലമാണ്. 2.5 വർഷം തികയുമ്പോൾ മന്ത്രിസ്ഥാനം നൽകാമെന്ന നേതൃത്വം ഉറപ്പു നൽകിയിരുന്നതായി തോമസ് നിരന്തരം ചൂണ്ടിക്കാട്ടിയിരുന്നു. തനിക്കെതിരെ വധശ്രമമുണ്ടായി എന്ന് കാണിച്ച് DGPക്ക് പരാതി നൽകിയതോടെ NCPയിൽ തോമസ് ഒറ്റപ്പെട്ടു. തോമസിനൊപ്പം നിന്നവരെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അജിത് പവാറുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന തോമസ് NCP രണ്ടായപ്പോൾ NDA ക്യാമ്പിലെത്തുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. PC ചാക്കോയ്ക്കെതിരെ തോമസ് പലതവണ പരസ്യമായി രംഗത്തു വന്നു. പുറത്തുനിന്ന് വന്നവർക്ക് സ്ഥാനമാനങ്ങളും കാലങ്ങളായി പാർട്ടിയിൽ കഴിയുന്നവർക്ക് അവഗണനയുമെന്ന് തുറന്നടിച്ചു. പിന്നീട് PC ചാക്കോയുമായി അടുക്കുകയും പിണക്കം പറഞ്ഞു തീർക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അടുത്ത ബന്ധവും തോമസിന് സഹായകമായി. റിസർച്ച് ഡെസ്ക് 24.